ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് നോറയ്ക്കും ജാസ്മിനും കൊടുത്ത ആ ഒരു മാല കോർക്കൽ ടാസ്ക് അവര് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ക്യാപ്റ്റൻ ജിൻഡോ പറയുന്നത്. അവരെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ ബി പറഞ്ഞപ്പോ ജിൻഡോ ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് പറയുന്നു ബിഗ് ബോസ് അവർക്ക് കൊടുത്ത ടാസ്ക് അവര് ചെയ്ത് തീർത്തിട്ടില്ല, ഇപ്പോഴും മാല കോർത്തുകൊണ്ടിരിക്കുകയാണ്. മോചിപ്പിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞാൽ മോചിപ്പിക്കാം, പക്ഷെ ആ ഒരു ടാസ്ക് അവര് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും കോർത്തോണ്ടിരിക്കുകയാണ് എന്ന് ജിൻഡോ പറയുന്നു. ഇത് കഴിഞ്ഞ് ഇവരെ ജയിലിൽ നിന്ന് ജിൻഡോ ഇറക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബീഡ്സ് ഒക്കെ ഉള്ള ആ ഒരു ട്രേ എടുത്തിട്ട് ജിൻഡോ വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയത്. ബിഗ് ബോസ് കൊടുത്ത പകുതിയിലേറെ ബീഡ്സ് അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇന്നലെ പാതിരാത്രി അവിടെ കിടന്ന് ജാസ്മിൻ കാണിച്ച പട്ടിഷോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ പട്ടിഷോ ഇറക്കുന്ന അത്രയും സമയം മതി ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് വെടിപ്പായിട്ട് ചെയ്തു തീർക്കാൻ. അത് പ്രോപ്പറായിട്ട് ചെയ്തു തീർക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇന്നലെ അത് പറയാൻ പോയ ജിൻഡോയെ വായി പഠിച്ചത് പറയുകയും ചെയ്തു ജാസ്മിൻ. അതാണ് ഇതിന്റെ അതേ കോമഡി. നോറ വേറൊരു അനാർക്കിസ്റ്റ് ആണ്, ഒന്നും പറയാൻ പാടില്ല നോറയുടെ അടുത്ത്. തലയുടെ മുകളിലാണ് മൂക്ക് എന്ന് നോറ പറഞ്ഞാല് അത് അംഗീകരിച്ചു കൊടുക്കുക എന്നല്ലാതെ വാദിച്ച് ജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള രണ്ടെണ്ണങ്ങള് എങ്ങനെ ഒരു ജയിൽ ടാസ്ക് നന്നായിട്ട് ചെയ്തു തീർക്കും? ഇത്രയൊക്കെ ബിഗ് ബോസ് എക്സ്പെക്ട് ചെയ്ത് കാണത്തുള്ളൂ. അപ്പോ ജിൻഡോ ഇത് എടുത്തിങ്ങനെ കാണിക്കുന്നുണ്ട് ക്യാമറയുടെ മുന്നില്. ടാസ്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല ബിഗ് ബോസ്, ബീഡ്സ് ഒക്കെ ഒരുപാട് ബാക്കിയുണ്ട്, മൊത്തം കോർക്കാതെയാണ് അവര് മാല കെട്ടിയത് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. പക്ഷെ ആസ് യൂഷ്വൽ ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല. ജിൻഡോയെ ഊഷിയാക്കുകയും ചെയ്തു മിണ്ടാതിരുന്ന. ജയിലിലെ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനം നടത്തിയ ജാസ്മിനോട് ഒരു വാക്ക് പോലും മിണ്ടാത്ത പഴം വിഴുങ്ങി ബിഗ് ബോസ് എന്ന് തന്നെ പറയാം. പഴം വിഴുങ്ങി ബിഗ് ബോസ് ടാസ്ക് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒന്നും പറയാത്തതിൽ വലിയ അതിശോക്തി ഒന്നുമില്ല. പുള്ളി മിണ്ടത്തില്ല ഈ കാര്യത്തിൽ, ഉറപ്പാണ്. ലാലേട്ടനെങ്കിലും ഇത് ചോദ്യം ചെയ്യുമോ ആർക്കറിയാം. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.